ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീക്ക്ലി അനാലിസിലേക്ക് സ്വാഗതം. അപ്പോൾ എന്തായാലും കഴിഞ്ഞ ആഴ്ച പ്രൈസ് നല്ല ബുള്ളിഷ് ആയിരുന്നു. നമ്മൾ ആകെ ഒരു പൊസിഷനിൽ നിന്നായിരുന്നു നമ്മൾ സെല്ല് നോക്കിയത്. ഓൾറെഡി മൺഡേ നമ്മൾ സെല്ല് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫ്രൈഡേന്റെ സെല്ലിംഗ് പൊസിഷൻ എന്ന പ്രൈസ് അവിടെ നിന്ന് നല്ല രീതിയിൽ മൂവ് ചെയ്ത് നമുക്ക് നല്ലൊരു 100-150 വിപ്പ് പ്രോഫിറ്റ് ഒക്കെ തന്നതിന് ശേഷമാണ് പ്രൈസ് തിരിച്ചു പോയത്. അപ്പം ഞാൻ എത്രയും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു. പ്രൈസ് ബുള്ളിഷാണ്. ബുള്ളിഷിൽ പി ഒയിൽ വരുന്ന എല്ലാ ചാൻസും നിങ്ങൾ എടുക്കുക, ഒരു ചാൻസ് പോലും മിസ്സാക്കരുതെന്ന്. നമ്മൾ ബിയറിഷിലേക്ക് ഒരു സൈഡിൽ നിന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ള ആ പൊസിഷൻ നമ്മൾ എടുത്തു. പ്രൈസ് ബിയറിഷിലേക്കും പോയി. പിന്നെ കഴിഞ്ഞ ആഴ്ച ഒരുപാട് റൂമേഴ്സ് ഉണ്ടായിരുന്നു. റൂമേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് മെന്റേഴ്സ് പറഞ്ഞിരുന്നു പ്രൈസ് വലിയൊരു ഗ്യാപ്പിൽ നിന്നായിരിക്കും ഓപ്പൺ ചെയ്യുന്നത്. ട്രംപിനെ അറ്റാക്ക് ചെയ്തതോടെയാണ് അവരെല്ലാം പറഞ്ഞത്. പക്ഷെ ഇതൊക്കെ ഞാനും ഇതൊക്കെ കേൾക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ മാത്രമേ പറയുള്ളൂ. അല്ലാതെ വെറുതെ ഒരു പബ്ലിക്കിലേക്ക് ഒരു പാനിക് ആയിട്ടുള്ള ഒരു കാര്യം പറഞ്ഞു കൊടുത്തിട്ട് കാര്യമില്ല. നമ്മുടെ മാർക്കറ്റിൽ അതൊന്നും സംഭവിക്കില്ല എന്നുണ്ടെങ്കിൽ നമ്മളൊന്നും ചെയ്തിട്ട് കാര്യമില്ല. അത് എന്നെ സംബന്ധിച്ച് ഞാൻ ആ ഒരു ഫണ്ടമെന്റൽ അനലൈസ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് അത് വളരെ ഒട്ടും ഇമ്പോർട്ടൻ്റ് അല്ലായിരുന്നു. പ്രൈസ് ഓൾറെഡി നല്ല ബുള്ളിഷ് ആണ്. ഒരു ഓൾ ടൈം ഹൈ ഉണ്ടാക്കി നിൽക്കുന്നതാണ് പ്രൈസ്. അല്ലാതെ അവിടെ സംഭവിച്ചതാണെന്നുണ്ടെങ്കിൽ അതേ രാജ്യത്തിലെ പൗരൻ തന്നെ. അപ്പൊ അവിടെ വലിയ പ്രോബ്ലംസ് ഒന്നും നടക്കില്ല. ഇനിയും ഇലക്ഷൻ ഒരുപാട് നാളുകളുണ്ട്. അപ്പൊ വെറുതെ ഇങ്ങനെയുള്ള കാര്യങ്ങളുടെ പുറകെ പോകരുത്. പല ആൾക്കാരും എന്റെ വീക്കിലി അനാലിസിസ് കേട്ടതിന് ശേഷം പറഞ്ഞ്, ചേട്ടാ അവിടെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായല്ലോ സാർ, അത് എന്തെങ്കിലും സംഭവിക്കുമോ? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അതിനെക്കുറിച്ച് മറുപടി പറയാൻ തന്നെ താല്പര്യമില്ല. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളത് പറഞ്ഞാനേ, അല്ലാന്നുണ്ടെങ്കിൽ നമ്മളത് പറയില്ല. അപ്പൊ നമുക്ക് കാര്യത്തിലേക്ക് വരാം. നമ്മൾ ഓൾറെഡി നല്ലൊരു വീക്കായിരുന്നു. ശരിക്കും പറഞ്ഞാൽ നല്ലൊരു ബുള്ളിഷിലേക്ക് ഒരുപാട് സാധ്യത മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ. ഇപ്പൊ മൺഡേയും നല്ല ഓപ്പർച്യൂണിറ്റികൾ തന്നു തുടങ്ങി. നേരത്തേക്ക് എന്ന് പറഞ്ഞാൽ മൺഡേ കുറച്ച് നാളത്തേക്ക് മൺഡേ അധികം ഓപ്പർച്യൂണിറ്റി ഇല്ലായിരുന്നു. നമ്മൾ പലപ്പോഴും മൺഡേ ഒരു ബിഗിനർ മാറി നിൽക്കുകയാണ് ചെയ്യേണ്ടത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൺഡേയിൽ ഇങ്ങനെ മാറി തിരിഞ്ഞും വരും. ചിലപ്പോൾ ഇനി കുറച്ച് നാളത്തേക്ക് മൺഡേയിൽ ഓപ്പർച്യൂണിറ്റി വരാം, പിന്നീട് വരാതിരിക്കാം. അപ്പോൾ പറയാൻ പറ്റില്ല. അപ്പൊ നല്ല രീതിയിൽ മൺഡേ എപ്പോഴും വാച്ച് ചെയ്യുക. അതിനുശേഷം ഏറ്റവും ബെസ്റ്റ് ഡേ ആണ് ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ. ഈ 3 ദിവസം ട്രേഡ് എടുക്കാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് ഡേയ്സാണ്. അപ്പൊ നമുക്ക് ഈ മന്ത് നല്ലൊരു ബുള്ളിഷിലായി പുതിയ ഒരു ഓൾ ടൈം ഹൈ ഉണ്ടാക്കി. ഗോൾഡ് വീണ്ടും പറന്നു മേളിലേക്ക് പോയി. ഇനിയും പോകും. 3000 കിടക്കും, 3500 കിടക്കും. നമ്മൾ അതൊക്കെ വരാൻ പോകുന്ന കാര്യങ്ങൾ. വരണമെങ്കിൽ വരട്ടെ, നമുക്ക് നല്ല കാര്യം. നമ്മൾ എന്തിനാണ് അത്രയും വലിയ ഹോൾഡിങ്, അത്രയും വലിയ, അതായത് മാസങ്ങളോളം ഗോൾഡ് ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന മൈൻഡ് സെറ്റ് ഉള്ള ഒരാൾ അതിലേക്ക് ചിന്തിച്ചാൽ മതി. പക്ഷെ അതൊക്കെ നിങ്ങൾ ചെറിയ ചെറിയ ട്രേഡ് എടുത്ത് പതിയെ സിംഗ് ട്രേഡ് ഒക്കെ എടുത്ത് നിങ്ങൾ വലിയ ലോങ് ട്രേഡിലേക്ക് നിങ്ങൾ എത്തും. നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ആകുമ്പോൾ, ഒരു 4-5 വർഷം എക്സ്പീരിയൻസ് ആകുമ്പോൾ നിങ്ങളൊരു നല്ലൊരു സിംഗ് ട്രേഡറായി മാറിയിട്ടുണ്ടാവും. ഡേ ട്രേഡറിനേക്കാളും ഡേ ട്രേഡിങ് നിങ്ങൾ നല്ല രീതിയിൽ ചെയ്യുന്നുണ്ടാവും. അതേപോലെ നല്ലൊരു സിംഗ് ട്രേഡറായി മാറിയിട്ടുണ്ടാവും. ഒരു 6-7 വർഷമൊക്കെ കഴിയുമ്പോഴത്തേക്കും ലോങ് ടൈം ഹോൾഡ് ചെയ്യുന്ന ട്രേഡുകൾ നിങ്ങളുടെ കയ്യിലുണ്ട്. അപ്പം മൈൻഡ് സെറ്റ് കുറെ ആകാനുണ്ട്. വമ്പൻ എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, മന്ത് നോക്കാം. നമ്മളുടെ പ്രീവിയസ് മന്തിന്റെ ഹൈ പ്രൈസ് ഹിറ്റ് ചെയ്തായിരുന്നു. പ്രൈസ് ഒരു പുൾ ബാക്ക് എടുത്തിട്ടുണ്ട് അല്ലെ. മന്തിന്റെ ഹൈ ഹിറ്റ് ചെയ്തിട്ടാണെന്ന് ഞാൻ പറയില്ല. പ്രൈസ് ഒരു ഓൾ ടൈം ഹൈ ഉണ്ടാക്കി അവിടെ ബോഡി ബ്രേക്കാണ് നടന്നത്. 450 മേലേക്ക് പ്രൈസ് പോയിട്ട് എവിടം വരെ പോയിട്ടുണ്ടെന്ന് നോക്കിയേ. ഏകദേശം ഒരു $33, അതായത് 330 പിപ്പ് പ്രൈസ് മൂവ് ചെയ്തിട്ടാണ് പ്രൈസ് താഴേക്ക് ഒരു പുൾ ബാക്ക് എടുത്തിരിക്കുന്നത്. അത് നമുക്ക് കറക്റ്റായിട്ട് നോക്കാം. ഈ വീക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതേവരെയുള്ള മന്തിന്റെ ഹൈ എല്ലാം എടുത്തിട്ടുണ്ട്. പ്രൈസ് പുൾ ബാക്ക് എടുക്കുമെന്ന് വെച്ചാൽ എടുക്കാനുള്ള സാധ്യത വളരെ കൂടുതലല്ല. ഒരു IFC ക്യാൻഡിലാണ് ഉണ്ടായത്. നല്ല കിഡിലൻ IFC ക്യാൻഡിലാണ് കഴിഞ്ഞ വീക്ക് ഉണ്ടായിരിക്കുന്നത്. അപ്പൊ നെക്സ്റ്റ് ഇത് നമുക്ക് ട്രാപ്പ് തരാം. നെക്സ്റ്റ് വീക്ക് വരുന്ന ക്യാൻഡിലിനെ അപേക്ഷിച്ചിരിക്കും ഇത് ട്രാപ്പ് ആണോ അല്ലാന്നുണ്ടെങ്കിൽ പ്രൈസ് നല്ല രീതിയിൽ താഴേക്ക് വരുമെന്ന്. നമുക്ക് ഡേയിലേക്ക് വരാം. ഡേയിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു തിങ്കൾ, ചൊവ്വ, ബുധൻ നല്ലൊരു മൂവ്മെന്റ് നമുക്ക് തന്നു. വ്യാഴവും വെള്ളിയുമാണ് നമുക്ക് പ്രൈസ് താഴേക്ക് പോയത്. ആ ചൊവ്വാഴ്ച തന്നെ പ്രൈസ് എന്ത് ചെയ്തിട്ടുണ്ട്, നല്ല ബോഡി ബ്രേക്ക് ഇവിടെ തന്നു. പല മാർക്കറ്റുകളും പല പ്രോബ്ലംസ് ഉണ്ടായിരുന്നു, സെർവറിന്റെയും കാര്യങ്ങൾ. പക്ഷെ ഫോറക്സ് മാർക്കറ്റിൽ അങ്ങനെ പ്രോബ്ലംസ് ഒന്നും ഉണ്ടായില്ല. നമ്മളെ സംബന്ധിച്ച് പ്രൈസ് നല്ല രീതിയിൽ മൂവ് ചെയ്തു. ഈ ഹൈയും ബ്രേക്ക് ചെയ്ത് പ്രൈസ് എന്ത് ചെയ്തു, ബുള്ളിഷിലേക്ക് മാറി. അതായത് വീണ്ടും പ്രൈസ് പുതിയ ഒരു ബ്രേക്ക് ഫ്രക്ചർ തന്നു. നമുക്ക് നേരത്തെ ഉണ്ടായിരുന്ന ബിഗ് ബ്രേക്ക് ആയിരുന്നു. നമ്മൾ അന്ന് പറഞ്ഞതായിരുന്നു പ്രൈസ് താഴേക്ക് പോകുന്നു. ഇത് ഞാൻ ഇവിടെ നിന്ന് പറഞ്ഞായിരുന്നു പ്രൈസ് താഴേക്ക് വരാനുള്ള സാധ്യത. ഞാൻ ബുധനാഴ്ച തന്നെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെ നിന്ന് എടുത്ത എൻട്രിയും ഈ ഇവിടെ നിന്ന് എടുക്കാൻ പോകുന്ന സെല്ലും ഇനി പ്രൈസ് വീഴാൻ പോകുന്നതൊക്കെ ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ സ്റ്റുഡൻസിന് കൊടുത്താൽ മതി. പക്ഷെ പബ്ലിക്കായിട്ട് ഞാൻ യൂട്യൂബിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് പേര് താങ്ക്സ് പറഞ്ഞിരുന്നു. അപ്പോൾ ഞാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ വീണ്ടും ബൈ എടുത്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക്
ആ സ്ഥലത്ത് നിന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ബൈ എടുക്കാതിരിക്കാം. ഒന്നെങ്കിൽ എടുക്കാൻ നോക്കുക, അല്ലാന്നുണ്ടെങ്കിൽ സെല്ല് എടുക്കാൻ താല്പര്യമില്ല. ചില ആളുകൾ ഒരു സൈഡിലേക്ക് മാത്രമായിരിക്കും എൻട്രി എടുക്കുന്നത്. അപ്പൊ അവരെ സംബന്ധിച്ച് നമ്മളിങ്ങനെ പ്രൈസ് താഴേക്ക് വരാന്നുള്ള അവർ ബൈ എടുക്കാതെ മാറിയിരിക്കും. അപ്പൊ നിങ്ങൾ ഇവിടെ നിന്നൊക്കെ ഉണ്ടാക്കിയ പ്രോഫിറ്റ് നിങ്ങൾക്ക് നഷ്ടപ്പെടാതെ എന്ത് ചെയ്യുക, അവിടെ ഹോൾഡ് ചെയ്യാൻ പറ്റും. ഒരു ദിവസം നിങ്ങൾ മാറി നിൽക്കുക. ഒരു 4 hour ഐഡിയമിലാണ് പ്രൈസ് വന്ന് നിൽക്കുന്നത്. അവിടെ നിന്ന് ഒരു ബൈ ഉണ്ടായിരുന്നു, ഒരു കുഴപ്പമില്ലാത്ത ബൈ ആയിരുന്നു. 100 വിപ്പിന് മേളിൽ പ്രൈസ് മൂവ് ചെയ്തായിരുന്നു. ഫ്രൈഡേ പല ആൾക്കാർ എന്നോട് മെസ്സേജ് ചെയ്തു അത് ഹോൾഡ് ചെയ്യണം. ഞാൻ പറഞ്ഞു പ്രോഫിറ്റ് എടുത്ത് മാറുക, ഫ്രൈഡേ ആണ്, എന്തിനാണ് ലോങ് ടൈം ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന വമ്പൻ ട്രേഡ് ഒന്നും അല്ലാതെ. പ്രൈസ് ഇനിയും ചിലപ്പോൾ വരാം. അപ്പൊ ഈ ലോ ബോഡി ബ്രേക്ക് ചെയ്ത നെക്സ്റ്റ് ഈ ക്യാൻഡിൽ ഒന്നും മിറ്റിഗേഷൻ നടത്തിയിട്ടില്ല. മിറ്റിഗേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഇനിയും ഇറങ്ങില്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊരു ഓൾ ടൈം ഹൈ ആണ്. ഇതൊരു പ്രൈസ് ഇതേപോലെ തന്നെ ബിഗ് ബ്രേക്ക് ഒന്നും അല്ല നടത്തിക്കണം, ബോഡി ബ്രേക്ക് നടത്തിയതിന് ശേഷം പ്രൈസ് ഒരു ഹൈ ഉണ്ടാക്കിക്കണം. ഇവിടെ നമുക്കൊരു IFC ക്യാൻഡിൽ വന്നു കഴിഞ്ഞപ്പോൾ നല്ല പുൾ ബാക്ക് എടുക്കുമെന്ന് ഞാൻ പറഞ്ഞു. ഇതിന്റെ ലോ വരെ പോകാൻ സാധ്യതയുണ്ടെന്ന് കറക്റ്റ് ആയിട്ട് പറഞ്ഞു. ഇവിടെയും പ്രൈസ് നല്ല ബുള്ളിഷിൽ പോകുമ്പോഴാണ് ഇത് നമ്മൾ പ്രത്യേകം പറയുന്നത്. പക്ഷെ ഇവിടെ നമുക്കൊരു മേജർ ഹൈനെയാണ് ബിഗ് ബ്രേക്ക് നടത്തിയെന്ന് മാത്രമല്ല അവിടെ ഒരു IFC ക്യാൻഡിലാണ്. പക്ഷെ ഇവിടെ ബോഡി ബ്രേക്ക് ചെയ്തതിന് ശേഷം ഇതേ സംഭവം തന്നെ ഞാൻ ഇവിടെ കാണിച്ചു തരാം. നേരത്തെ നടന്ന കാര്യങ്ങളാണല്ലോ പ്രൈസിൽ വീണ്ടും വീണ്ടും സംഭവിക്കുന്നത്. ഇവിടെ നോക്കിക്കേ, ഇവിടെ ഒരു IFC ക്യാൻഡിൽ ഉണ്ട് അല്ലെ. ഇതും ഒരു ഹൈ ഉണ്ടാക്കിയേക്കണം, അല്ലാതെ ഒരു ബോഡി ബ്രേക്കോ അല്ലെങ്കിൽ പിറന്ന നമ്മുടെ സ്ട്രക്ചർ മാപ്പുമായിട്ട് ബന്ധപ്പെട്ടല്ലോ. ഒരു ഓൾ ടൈം ഹൈ ഉണ്ടാക്കി പ്രൈസ് നിന്നു, അതിന്റെ ലോ എന്ത് ചെയ്തിട്ടുണ്ട്, പ്രൈസ് ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ലോ വരെ പ്രൈസ് വന്നിട്ടുണ്ട്. ജസ്റ്റ് ലോ ഇവിടെ അടുത്ത് തന്നെ കിടക്കണേ, പിന്നെ മെയിൻ ലോയിലേക്കൊന്നും പ്രൈസ് പോയില്ല അല്ലെ. അപ്പോൾ ഇത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം ഈ ലോയിലേക്ക് പ്രൈസ് പോയിട്ടുണ്ട്. പക്ഷെ നല്ലൊരു പുൾ ബാക്ക് എടുക്കാതിരിക്കുക. അപ്പൊ ഇനി വരുന്ന കൺഫർമേഷൻ വെച്ച് വേണം നമുക്ക് ഇത് നോക്കാനായിട്ട്. ഇതൊരു ഓൾ ടൈം ഹൈ ആണ്, അതേപോലെ ഇതും ഒരു ഓൾ ടൈം ഹൈ. ഇതിന്റെ ലോയൊക്കെ കിടക്കണേന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഈ ഒരു ലോയാണ് വരുന്നത്. ഈ ലോയിൽ ഡേയുടെ ഐഡിയ വന്ന് എടുക്കണമെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ ബൈ എടുക്കാവുന്ന ലോങ് ടൈം ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ബൈ ആയിരിക്കും. പ്രൈസ് വീണ്ടും ഒരു ഹൈ ഉണ്ടാക്കാനുള്ള സാധ്യത, പ്രൈസ് നല്ല ബുള്ളിഷ് ആയിരിക്കും ഇനി മുതൽ. അപ്പോൾ ഈ ഒരു ഹൈ എടുക്കാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ ഇവിടെയും ഇൻസൈഡ് ക്യാൻഡിൽസ് ആണ്, ഇതാണ് മേജർ ലോ ആയിട്ട് വരുന്നത്. അപ്പൊ നമുക്ക് 4 hour ഏതെങ്കിലും സ്ട്രക്ചറിലേക്ക് തന്നെ മെയിൻ ആയിട്ട് നോക്കേണ്ടി വരും. ഡേയുടെ നോക്കിയാൽ ഇത് ഇൻസൈഡ് ക്യാൻഡിലാണ്, ഇതെല്ലാം ഇൻസൈഡ് ക്യാൻഡിലാണ്, ഈ മേജർ ലോ ആണ് ഓൾറെഡി വരുന്നത്. അപ്പൊ നമുക്കൊരു ഐഡിയ ആയിട്ട് എന്റെ സെറ്റപ്പിൽ നമുക്ക് എടുക്കാൻ പറ്റില്ല. നമുക്ക് 4 hour വരാം. 4 hour പ്രൈസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് നേരെ പ്രൈസ് വന്നു, പ്രൈസ് നമ്മുടെ ഐഡിയം എടുത്തു, ഒരുവിധം റിയാക്ഷൻ തന്നു. ഇപ്പൊ റിയാക്ട് ചെയ്ത് നിൽക്കുകയും കൂടി ചെയ്യണേണ്. നല്ലൊരു 100 പ്രൈസ് മൂവ് ചെയ്ത് ഇവിടെ ഒരു 4 hour ഓർഡർ ഫ്ലോ ഉണ്ട്, നല്ലതാണ്. ഓൾറെഡി 4 hour പ്രൈസ് ബുള്ളിഷ് ബ്രേക്ക് പ്രൈസ് തന്നിരിക്കുന്ന ഈ 4 hour ഓർഡർ ഫ്ലോ ധൈര്യമായിട്ട് ഇവിടെ വരികയാണെങ്കിൽ, ഇപ്പൊ തിങ്കളോ ചൊവ്വാഴ്ചയോ വരികയാണെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് ബൈ എടുക്കാവുന്നതാണ്. നല്ലൊരു ട്രേഡ് പ്രോഫിറ്റും എടുക്കാം. എന്നാലും ഈ പറയുന്ന ഡേയുടെ ഒരു IFC ക്യാൻഡിൽ വരുമ്പോൾ ജസ്റ്റ് ഒന്ന് റിയാക്ട് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ അതിന് മുമ്പൊക്കെ റിയാക്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ മൾട്ടിപ്പിൾ ടാർഗറ്റ് ആയിട്ട് എപ്പോഴും സെറ്റ് ചെയ്യുക. ഒരു ട്രേഡിൽ തന്നെ നിൽക്കരുത്, ഒറ്റ ടാർഗറ്റിൽ നിൽക്കരുത്, ഒറ്റ ട്രേഡ് ഇടരുത്. നിങ്ങൾ ഇടുന്ന ട്രേഡ് നിങ്ങൾക്ക് പ്രോഫിറ്റ് കൂടുതൽ കിട്ടാൻ വേണ്ടി നിങ്ങൾ അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട്. അപ്പം മൾട്ടിപ്പിൾ ടാർഗറ്റ് സെറ്റ് ചെയ്യുക. നിങ്ങൾ എടുക്കുന്ന റിസ്ക് ഡിവൈഡ് ചെയ്തിട്ട് വേണം ട്രേഡ് ഇടാനായിട്ട്. അപ്പോൾ മൾട്ടിപ്പിൾ ടാർഗറ്റ് സെറ്റ് ചെയ്യാനായിട്ട് വളരെ എളുപ്പമാണ്. അപ്പൊ നമുക്ക് 4 hour ഞാൻ പറഞ്ഞ ഈ ഒരു ഓർഡർ ഫ്ലോ വരെയും ധൈര്യമായിട്ട് ബൈ എടുക്കുക. നമുക്ക് ഈ 4 hour ഓർഡർ ഫ്ലോയിൽ തന്നെ 1 hour ഓർഡർ ഫ്ലോ ഉണ്ട്, അതിന് താഴെയാണ് നിൽക്കുന്നത്, ധൈര്യമായിട്ട് എടുക്കുക. എന്താണെന്ന് വെച്ചാൽ എല്ലാ ഓർഡർ ഫ്ലോയും വളരെ വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞേണ്ട. ഈ ഓർഡർ ഫ്ലോയിൽ നിന്നാണ് പ്രൈസ് കയറിപ്പോയത്. നെക്സ്റ്റ് ഇവിടെ ഒരു ഓർഡർ ഫ്ലോ ഉണ്ടായിരുന്നു, നെക്സ്റ്റ് ഇവിടെ 1 2 ഇവിടെ ഒരു ഓർഡർ ഫ്ലോ ഉണ്ടായിരുന്നു, ബിയറിഷ നമ്മൾ എടുത്തു, അതിന്റെ ടാർഗറ്റ് ഒക്കെ അടിച്ചു. 1 2 3 4 കണ്ടോ, 4 ഓർഡർ ഫ്ലോ പ്രൈസ് ഉണ്ടാക്കിയിരുന്നു. നമുക്ക് 1 hour നോക്കിക്കഴിഞ്ഞാണെങ്കിലും പ്രൈസ് ഇവിടെ നിന്ന് തന്നെ നമുക്ക് എടുക്കാം. 1 hour ചേഞ്ച് ഓഫ് കാറ്റ് കിട്ടി. 1 hour ഒന്നെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് എടുക്കുന്ന എൻട്രി 1 hour ഐഡിയം വരെ ധൈര്യമായിട്ട് ടാർഗറ്റ് സെറ്റ് ചെയ്യാവുന്നത്. അല്ലെങ്കിൽ ഇപ്പോൾ 4 hour ഐഡിയം ഇന്ന് പ്രൈസ് പോകണം, ഞാൻ പറഞ്ഞില്ലേ 4 hour ഐഡിയം ഒന്ന് പോകണമെങ്കിൽ അങ്ങനെ പോട്ടെ, ധൈര്യമായിട്ട് ആ ഒരു ട്രേഡ് ഒന്നും കൂടി ചിലപ്പോൾ കിട്ടുകയാണെങ്കിൽ എടുക്കുക, നല്ലൊരു കൺഫർമേഷൻ. 50 മിനിറ്റിൽ വരികയാണെന്നുണ്ടെങ്കിൽ 4 hour ഓർഡർ ഫ്ലോയിൽ നിന്ന് 50 മിനിറ്റിൽ ഒരു ചേഞ്ച് ഓഫ് കാറ്റ് ഒന്നും കിട്ടിയിട്ടില്ല, അല്ലെ ചേഞ്ച് ഓഫ് കാറ്റ് തന്നെ ഇവിടെ വന്ന പ്രൈസ് ഒന്നും തന്നിട്ടില്ല. ഒരു ജസ്റ്റ് ഒരു 50 മിനിറ്റിന്റെ ഒരു സിംഗിൾ ക്യാൻഡിൽ നിന്നാണ് പ്രൈസ് മൂവ് ചെയ്തത്. ഏകദേശം 397 പ്രൈസ് മൂവ് ചെയ്തു, ഏകദേശം 408 വന്നു. അപ്പൊ 100 ഇപ്പൊ നല്ലൊരു ട്രേഡാണ്. ഒരു വീക്കെൻഡിൽ ഒരു ട്രേഡ് എടുക്കുക, 100 ഇപ്പൊ പ്രോഫിറ്റ് കിട്ടുക എന്ന് പറഞ്ഞാൽ ഒരു ലോട്ട് ട്രേഡ് ചെയ്യണമെങ്കിൽ മുമ്പ് $1000 ആയില്ലേ, 80,000 അല്ലെ. അര ലോട്ട് ട്രേഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് എത്ര കിട്ടും, ഒരു 40,000 പ്രോഫിറ്റ് ആയില്ലേ ഒറ്റ ട്രേഡ് കൊണ്ട്. ഇതും എല്ലാം വേണം. 1:100 എടുക്കുന്ന സ്റ്റാൻഡേർഡ് ലോട്ട് സൈസിലാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നത്, സ്റ്റാൻഡേർഡ് ലിവറേജ് ആണ് നിങ്ങൾ യൂസ് ചെയ്യുന്നത്, സുഖമായിട്ട് നിങ്ങൾക്ക് അത് പ്രോഫിറ്റ് എടുക്കാം. അപ്പൊ നമുക്ക് 5 മിനിറ്റിലേക്ക് വരാം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇവിടെ നിന്ന് ഒരു സെല്ല് എടുത്തു. പല ആൾക്കാരും ചോദിച്ചു എന്തുകൊണ്ടാണ് ആ സെല്ല് എടുത്തതെന്ന്.
നമ്മളിവിടെ സെല്ലെടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നുമല്ല, പ്രൈസ് ഇവിടെ വന്ന് നിന്ന സമയത്ത് നമ്മളുടെ ഒരു കൗണ്ടർ ട്രേഡിന്റെ അടിസ്ഥാനത്തിലാണ് ഈ സെല്ല് എടുക്കുന്നത്. നമ്മൾ ഇവിടെ നിന്നൊക്കെ നോക്കി, ഇവിടെയൊക്കെ പ്രൈസ് നമുക്ക് ജസ്റ്റ് ചോക്ക് തന്നു, ഇവിടെ ഐഡിയ ഒന്നും തന്നില്ല, പ്രൈസ് നേരെ കയറിപ്പോയി. നമ്മൾ ഇവിടെ നിന്നാണ് മെയിനായിട്ട് നോക്കി. ഇവിടെ മെയിനായിട്ട് നോക്കിയ സമയത്ത് നമുക്കിവിടെ ഒരു OB ഉണ്ടായിരുന്നു അല്ലെ. OBയിൽ റിയാക്ട് ചെയ്തു, അതേപോലെ തന്നെ ബോഡി ബ്രേക്ക് ചെയ്തു. അപ്പൊ നമുക്ക് എന്താ ഫ്ലിപ്പ് വിത്ത് ഐഡിയം എൻട്രി ആയി മാറിയത്. ഈ ഫ്ലിപ്പ് വിത്ത് ഐഡിയം എൻട്രി പ്രൈസ് നേരെ താഴേക്കൊക്കെ വന്നു, പ്രൈസ് താഴേക്ക് പോന്നു, നേരെ നമുക്ക് ഐഡിയ ഒക്കെ എടുത്ത് നമ്മുടെ എക്സ്ട്രീം OBയിലൊക്കെ പ്രൈസ് വന്നു. 50 മിനിറ്റിൽ ഞാൻ നോക്കിയിട്ടാണ് അവിടെ ഒരു OB നോക്കിയത്. അപ്പൊ നമുക്ക് 5 മിനിറ്റിലാണെന്നുണ്ടെങ്കിലും നമുക്ക് ഇവിടെ ഏകദേശം വരും കണ്ടോ, ഇത് ഓൾറെഡി മിറ്റിഗേറ്റഡ് ആണ്, അല്ലെങ്കിൽ പിന്നെ ഇതായിരിക്കും വരുന്നത്. അപ്പൊ ഞാൻ 50 മിനിറ്റിലേക്ക് നോക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്കൊരു അവിടെ OB കിട്ടി. അപ്പൊ കുറച്ചും കൂടി ടൈറ്റ് ചെയ്ത് കയറി വന്നു, അല്ലാന്നുണ്ടെങ്കിൽ എടുക്കുന്നില്ല അത്ര തന്നെ. അപ്പൊ നമുക്ക് ഇവിടെ വന്ന് കയറി, പക്ഷെ പ്രൈസ് ഇവിടെ നിന്ന് ഇറങ്ങി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഇവിടെ ഒരു ഈ സൈഡിൽ ഒരു ചോക്ക് തരുന്നത് ഇവിടെയാണ്. ഇവിടെ പ്രൈസ് ചോക്ക് തന്നിട്ടുണ്ട്, പ്രൈസ് ചോക്ക് തന്ന് പ്രൈസ് ഐഡിയം എടുത്തു. അപ്പൊ എനിക്കിത് ഐഡിയം എടുക്കുമ്പോഴത്തേക്കും ഓൾറെഡി ഈ സ്ട്രക്ചറിന്റെ ലോയിലേക്ക് പ്രൈസ് പോകുന്നില്ല കണ്ടോ, ഈ ലോയിലേക്ക് പോകുന്നില്ല. ഞാൻ ഇവിടെ നിന്ന് ഓൾറെഡി ബൈയും എടുത്തായിരുന്നു. ഞാനിപ്പോ പല ആൾക്കാരോടും പറഞ്ഞത് ഇതാണ് ടാർഗറ്റ് വെച്ചേക്കണം, പ്രൈസ് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകാനുള്ള സാധ്യത. പ്രൈസ് നമ്മൾ വിചാരിച്ച പോലെ റിയാക്ട് ചെയ്തു, നമ്മുടെ ഒരു ചെറിയ പ്രോഫിറ്റ് ഒക്കെ നമുക്ക് കിട്ടി. പക്ഷെ പ്രൈസ് തിരിച്ചു വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ഇവിടെ ഇട്ട്, നമുക്ക് ആ സമയത്ത് ന്യൂസും ഉണ്ട് അതിന് ശേഷം. അപ്പൊ ആ സമയത്ത് ന്യൂസും ഉണ്ട്, ഞാൻ ഇവിടെ വെച്ചത് കൊണ്ട്, അതുകൊണ്ടാണ് ഇതിന്റെ SL ഇച്ചിരി കയറ്റി വെച്ചത്. പക്ഷെ ദൈവാനുഗ്രഹം കറക്റ്റ് അവിടം വരെ വന്നിട്ട് പ്രൈസ് ഇറങ്ങിപ്പോയി. അപ്പൊ ഞാൻ ആ ഒരു പൊസിഷനിൽ നിൽക്കുമ്പോൾ എടുക്കുമ്പോൾ ഈ ഒരു എൻട്രി റിസ്ക് ആണ്. അപ്പൊ ഞാൻ എടുക്കുന്ന റിസ്കിന്റെ 50% വെക്കുന്ന ഒരു അക്കൗണ്ട് ഉണ്ട്. ആ അക്കൗണ്ടിലാണ് ഞാൻ ആ ട്രേഡ് എടുത്തത്. ആ അക്കൗണ്ടിൽ ഞാൻ ട്രേഡ് എടുക്കുമ്പോഴത്തേക്ക് ഇതെടുത്തു. അതുകൊണ്ട് എനിക്ക് എന്ത് ചെയ്യാം, റിസ്ക് കുറച്ചിട്ടാണ് ട്രേഡ് എടുത്തേക്കുന്നത്. ഇവിടെ വന്നു, പക്ഷെ ഞാൻ ഏകദേശം നോക്കുമ്പോൾ ന്യൂസ് കഴിഞ്ഞിട്ടൊക്കെ നോക്കുമ്പോൾ പ്രൈസ് ഇറങ്ങിപ്പോയി. ഞാൻ ക്ലോസ് ചെയ്യാന്ന് വിചാരിച്ചു. പക്ഷെ 50 മിനിറ്റിലും 1 അവറിലൊക്കെ ചേഞ്ച് ഓഫ് കാർട്ട് കിട്ടിയതോടെ, വേറെ പുൾ ബാക്ക് ഒന്നുമില്ല, ചേഞ്ച് ഓഫ് കാർട്ട് കിട്ടിയതോടെ ഞാൻ ഹോൾഡ് ചെയ്യാന്ന് വിചാരിക്കുന്നത്. ഹോൾഡ് ചെയ്യാന്ന് വിചാരിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മളൊരു നല്ലൊരു ടാർഗറ്റ് ഒക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം നമ്മുടെ മെയിൻ ടാർഗറ്റ് ഇതായിരുന്നു. പക്ഷെ നമ്മൾ ഇവിടെ ഒരു പൊസിഷനിൽ നിന്ന് തന്നെ നമ്മൾ ഹിറ്റ് ചെയ്യുകയുണ്ടായി. നല്ലൊരു അവിടെ പിന്നെ ഇവിടെ വെച്ചായിരുന്നു പ്രൈസ്, ഇനി അങ്ങനെ കയറി വന്നാൽ ഒരു പുൾ ബാക്ക് എടുത്തിട്ടില്ല. പക്ഷെ നമ്മൾ വിചാരിച്ചതിനേക്കാളും കൂടുതൽ പ്രൈസ് മൂവ് ചെയ്തു. അങ്ങനെയാണ് അവർ എൻട്രി എടുക്കുന്നത് കേട്ടോ. അപ്പൊ ആ ന്യൂസാണ് അതിന്റെ ഹൈ എടുത്ത്, അല്ലെങ്കിൽ ആ ന്യൂസ് ഇല്ല എന്നുണ്ടെങ്കിൽ ഇതിന്റെ ഈ ഹൈ ഒരിക്കലും എടുക്കില്ല, പ്രൈസ് ഇവിടെ നിന്ന് തന്നെ താഴേക്ക് ഇറങ്ങി പോകുമായിരുന്നു. നമ്മൾ അങ്ങനെയും വരാം, ന്യൂസിൽ ചിലപ്പോൾ അതിന്റെ എടുക്കാറില്ല. പക്ഷെ ഇപ്പോഴായിട്ട് നമ്മുടെ പല ന്യൂസുകൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന നല്ലൊരു ഹൈ പ്രയോറിറ്റി ഏരിയയിലാണെങ്കിലും പ്രൈസ് ഒന്ന് ഗോൾഡ് ഒന്ന് ഹൈ എടുത്തിട്ട് പോകുന്നത് കാണുന്നുണ്ട്. അപ്പൊ പ്രൈസ് ഇപ്പൊ എന്താണോ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് വീണ്ടും ആവർത്തിക്കാനുള്ള സാധ്യതയുണ്ട്. അതവിടെ ആവർത്തിക്കും എന്ന് വിചാരിച്ച് നമ്മൾ അവിടെ റിസ്ക്, എന്നാലും നമ്മൾ എടുക്കുന്നത് നല്ലൊരു എക്സ്പീരിയൻസ് ഉള്ളവർ മാത്രം എടുക്കുക. ന്യൂസിൽ ഒരിക്കലും എക്സ്പീരിയൻസ് ഇല്ലാതെ എടുക്കരുത്. ചിലപ്പോൾ നിങ്ങൾ 1-2 മാസം അല്ലെങ്കിൽ മാസങ്ങളായിട്ട് നിങ്ങൾ ഉണ്ടാക്കിയ പ്രോഫിറ്റ് ആയിരിക്കും ഒറ്റ ന്യൂസ് കൊണ്ട് പോകുന്നത്. ന്യൂസ് ട്രേഡ് ചെയ്യാതിരിക്കുക. അപ്പൊ ഞാൻ അവിടെ എനിക്ക് വളരെ ചെറിയൊരു ലോസ് വരട്ടെ എന്ന് വിചാരിച്ച് നമ്മൾ എടുത്തൊരു ട്രേഡ് വലിയൊരു പ്രോഫിറ്റിലേക്ക് നമുക്ക് എത്തി. അപ്പോൾ അത് നമ്മുടെ എക്സ്പീരിയൻസ് തന്നെയാണ്, നല്ലൊരു സെറ്റപ്പും കൂടി ആയിരുന്നു. അപ്പൊ എനിക്ക് ഇത്രമേ പറയാനുള്ളത്. നമ്മുടെ ഈ IOയിലൊക്കെ പ്രൈസ് തന്നെയാണെങ്കിൽ റിയാക്ഷൻ ഉണ്ടാവും, നല്ല ട്രേഡ് എടുക്കുക. അതേപോലെ ഡേയുടെ ഈ ഒരു IFC ക്യാൻഡിലും വീണ്ടും പ്രൈസ് റിയാക്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. റിയാക്ട് ചെയ്ത് പ്രൈസ് കണ്ടിന്യൂഷനിൽ വരികയാണെന്നുണ്ടെങ്കിൽ ഈ ലോ ബ്രേക്ക് ചെയ്യും, അതിൻ്റെ അകത്ത് എന്തെങ്കിലും ഒരു ഈ ലോ ബ്രേക്ക് ചെയ്യും, ഈ ലോ വരെ വരാം. ചിലപ്പോൾ ഒരു എക്സ്ട്രീമിൽ വന്നിട്ട് പ്രൈസ് പോകാം. എന്നെ സംബന്ധിച്ച് 4 അവറിന്റെ ഈ ഒരു ഓർഡർ ഫ്ലോയിൽ പ്രൈസ് തന്നെയാണെന്നുണ്ടെങ്കിൽ പ്രൈസ് കയറി വരാം, കയറി വന്ന് ഇതേപോലെ തന്നെ പ്രൈസ് തിരിച്ച് കയറി വരാം. അപ്പൊ നമുക്ക് നല്ലൊരു ബൈ എടുക്കാം. ബൈയിൽ തന്നെയാണ് നിൽക്കുന്ന സ്ട്രക്ചർ. 4 അവറും ഡേയും ഹൈ ടൈം ഫ്രെയിം ബുള്ളിഷ് തന്നെയാണ്. അപ്പോൾ ചില ആളുകൾ പറയാറുണ്ട് ഹൈ ടൈം ഫ്രെയിം ഒന്നും നോക്കണ്ട, ലോ ടൈം ഫ്രെയിം ഒക്കെ നോക്കാനായിട്ട്. പക്ഷെ നിങ്ങൾക്ക് ഡയറക്ഷൻ ഒരിക്കലും പിടിക്കാൻ പറ്റൂല. അതേപോലെ തന്നെ 1 അവറിൽ ചേഞ്ച് ഓഫ് കാർട്ട് കിട്ടിയിട്ടുണ്ട്, അതൊരു നല്ലൊരു സിമ്പിളാണ് താഴേക്ക് വരുന്നത്. അതേപോലെ തന്നെ 1 അവറിൽ ഒരു ബ്രേക്ക് പ്രഷറും കിട്ടി, വീണ്ടും പ്രൈസ് നല്ല രീതിയിൽ ബിയറിഷിലേക്ക് പോകണമെങ്കിൽ നമുക്ക് ആ മേജർ ലോ ഒക്കെ പോയി ബ്രേക്ക് ചെയ്യാനുള്ള, അവിടെ ബിഗ് ബ്രേക്ക് ഒക്കെ നടക്കണമെങ്കിൽ ലോങ് ടൈം എൻട്രി എടുക്കുക. അതേപോലെ തന്നെ അവിടെ എന്തെങ്കിലും ചാൻസ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ലോങ് ടൈം നല്ലൊരു കൺഫർമേഷൻ കിട്ടണമെങ്കിൽ ലോങ് ടൈം എടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് GBP വരാം. GBP ഒന്നും പറയാനില്ല. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞ പൊസിഷനിൽ നിന്നാണ് പ്രൈസ് ഇറങ്ങിപ്പോണത്. നമ്മൾ മാസങ്ങളായിട്ട് അല്ലെങ്കിൽ 2-3 ആഴ്ചയായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കണേ, 2-3 ആഴ്ചയല്ല, മാസങ്ങൾക്ക് മുമ്പേ പറഞ്ഞുകൊണ്ടിരിക്കണേ അവിടെ തന്നെയാണെങ്കിൽ നിങ്ങൾക്ക് ലോങ് ടൈം എന്ന്. പ്രൈസ് ഓൾറെഡി നല്ല ബുള്ളിഷ് ആണ്. ഈ മാസം മറ്റുള്ള മാസങ്ങളേക്ക്, ഇവിടെ വന്നിരിക്കുന്ന മറ്റുള്ള മന്തുകളേക്ക് എടുത്ത് നോക്കിയാൽ ഏറ്റവും കൂടുതൽ വോളിയം വന്നൊരു മാസം കൂടിയാണ്. വീക്ക് നോക്കുകയാണെങ്കിൽ 2 ആഴ്ചയായിട്ട് പ്രൈസ് നല്ല ബുള്ളിഷ് ആയിരുന്നു, പെട്ടെന്ന് ബിയർഷായി. അപ്പൊ ഞാൻ പറഞ്ഞ ഹൈ ടൈം ഫ്രെയിം നിങ്ങൾ നോക്കുന്നില്ലെങ്കിൽ നിങ്ങൾ ലോ ടൈം ഫ്രെയിമിൽ ഉണ്ടാക്കിയ പ്രോഫിറ്റ് എല്ലാം വേസ്റ്റ് ആണ് മക്കളെ.
മനസ്സിലായോ? പല ആൾക്കാരും അങ്ങനെ പറഞ്ഞു തരും. അവരെ സംബന്ധിച്ച് നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് 15 മിനിറ്റിലും 5 മിനിറ്റിലും ഒക്കെ പോയി 1 മിനിറ്റിലൊക്കെ പോയി വളരെ സിമ്പിളായിട്ട് ഒരുപാട് എൻട്രി ഡെയിലി ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓൺ ദ സ്പോട്ടിൽ എൻട്രി കിട്ടണം. ഇതായിരിക്കും അവരുടെ മൈൻഡ്. അപ്പൊ ഒരുപാട് എൻട്രി കിട്ടുന്നുണ്ട്. മറ്റേതാകുമ്പോൾ നിങ്ങളുടെ ഇമോഷൻസും നിങ്ങളുടെ ട്രേഡ് മാനേജ്മെന്റ് ഒക്കെ എല്ലാം സെറ്റ് ചെയ്ത് നിങ്ങളുടെ ചാൻസിന് വേണ്ടി നമ്മളെ സെറ്റ് വെയിറ്റ് ചെയ്ത് നിൽക്കേണ്ടി നല്ലൊരു അവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ധൈര്യമായിട്ട് ഒരു കൺഫർമേഷൻ കിട്ടണമെങ്കിൽ ഏതെങ്കിലും ഒരു കൺഫർമേഷൻ കിട്ടി ധൈര്യമായിട്ട് നിങ്ങൾക്ക് എൻട്രി ഇടാം. നമ്മൾ ഓൾറെഡി എങ്ങോട്ടാണ് പ്രൈസ് മൂവ് ചെയ്യുന്നത് വ്യക്തമായിട്ട് പറയുന്നു. നോക്കി ഇവിടെ നല്ല രീതിയിൽ ബൈ എടുത്തോണ്ടിരിക്കും, പെട്ടെന്ന് പ്രൈസ് 2 ദിവസമായിട്ട് ബിയറിഷ് ആകുമ്പോൾ പേടിക്കില്ലേ? 2 ദിവസം ഉറപ്പായിട്ടും അല്ലെ കുറെ ലോസ് വന്നിട്ടുണ്ടാവും. ചിലപ്പോൾ ഇഷ്ടംപോലെ ലോസ് ഉണ്ടാവും. ഇവിടെ നിന്ന് എടുത്ത പ്രോഫിറ്റ് എല്ലാം പോയിട്ടുണ്ടാവും. പക്ഷെ ഞാൻ പറയണതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഹൈ ടൈം ഫ്രെയിം നോക്കുക. നമ്മൾ മാസങ്ങളായിട്ട് പറഞ്ഞതാണ് ലോങ് ടൈം എൻട്രി ചെയ്യാൻ, ലോങ് ടൈം എൻട്രി ചെയ്യാന്ന് ചിന്തിച്ചു നോക്കി. ഇവിടെ നിന്ന് മുതൽ പ്രൈസ് നല്ല ബുള്ളിഷ്, അവിടെ നിന്ന് പ്രൈസ് ഇറങ്ങിയില്ലേ, നല്ല മൂവ്മെന്റ് ഇറങ്ങിയില്ലേ, എത്ര നല്ല മൂവ്മെന്റ് ഇറങ്ങി. ഇനിയും പ്രൈസ് എന്ത് ചെയ്യുക, ഇവിടേക്ക് വന്നിട്ട് പ്രൈസ് ഇനിയും റിയാക്ട് ചെയ്യുക. മനസ്സിലായി? ഇന്റേണൽ ഐഡിയം എടുത്തു, ഇന്റേണൽ OB എടുത്തു, ഇവിടെ നിന്ന് റിയാക്ട് ചെയ്യാൻ വീണ്ടും ഓപ്പർച്യൂണിറ്റി ഒരുപാടുണ്ടാവും. ഇനിയിപ്പോ ഈ മേജർ ലോയാണ് പ്രൈസ് ബ്രേക്ക് ചെയ്യാൻ പോവുകയാണെങ്കിൽ, ഈ മേജർ ലോ എന്നുണ്ടാക്കിയതാന്ന് നോക്കിയോ? ഒക്ടോബർ 4-ാം തീയതി. ഇപ്പൊ പ്രൈസ് വന്ന് നമ്മുടെ എക്സ്ട്രീം മൊബൈൽ വന്നതെന്നാന്ന് നോക്കിയേ ജൂലൈ 18-ാം തീയതി അല്ലെ? എത്ര മാസം പിടിച്ചു? ഏകദേശം 8, 9, 10 മാസം പിടിച്ചു. അത്രയും അതിന്റെ അത്ര ഇല്ലെങ്കിൽ ഒരു 7-8 മാസമെങ്കിലും എന്തായാലും സംഭവിക്കും. അപ്പൊ നമ്മൾ ഇത് വെറുതെ ഹോൾഡ് ചെയ്ത് നിൽക്കേണ്ട ആവശ്യമില്ല. ഓരോ മൂവ്മെന്റും നല്ല രീതിയിൽ പ്രോഫിറ്റ് എടുക്കുക. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഇതിന്റെ റിയാക്ഷൻ കഴിയും. ഇപ്പൊ നിങ്ങൾ ലോവർ ടൈം ഫ്രെയിമിൽ നോക്കി കഴിയുമ്പോൾ നിങ്ങൾ ബൈ എടുത്തുകൊണ്ട് പോയിക്കൊണ്ടിരിക്കണേ. നിങ്ങൾ പെട്ടെന്ന് നിങ്ങൾ ലോവർ ടൈം ഫ്രെയിമിൽ നിന്ന് പ്രൈസ് SL അടിക്കാൻ തുടങ്ങുന്നു. എന്താണ് ഹൈ ടൈം ഫ്രെയിമിലെ POയിൽ വന്നു. ഹൈ ടൈം ഫ്രെയിമിലെ PO വന്നാൽ ലോവർ ടൈം ഫ്രെയിമിൽ എന്ത് PO ആയിക്കോട്ടെ, സെക്ഷൻ ആയിക്കോട്ടെ, എല്ലാം ബ്രേക്ക് ചെയ്ത് താഴേക്ക് വരും. എന്ന് വെച്ചാൽ ഹൈ റിയാക്ഷൻ ആയിരിക്കും ഈ വരുന്നത്. അപ്പൊ പിന്നെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ നിങ്ങൾ എടുത്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഹൈ ടൈം ഫ്രെയിം നോക്കണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഇത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ നിങ്ങൾ സെല്ല് എടുക്കണമെന്ന് ഞാൻ പറയുന്നില്ല. നിങ്ങൾ ബൈക്കാണ് നോക്കണമെങ്കിൽ ബൈ നോക്കുക. പക്ഷെ നിങ്ങൾ ഇങ്ങനെയുള്ള ട്രാപ്പുകളിൽ പോയി പെടാതിരിക്കുക. 4 hourത്തെ ക്യാൻഡിൽസ് നോക്കിയേ, നല്ല ബിയറിഷ്കല്ലേ. IDM എടുത്തപ്പോൾ പോലും പ്രൈസ് എന്ത് ചെയ്തു, റിയാക്ഷൻ തന്നിട്ടില്ല അല്ലെ? ഇവിടെ നമുക്ക് 4 hourന്റെ ഒരു OB ഉണ്ട്, ഡിസിഷണൽ OB ആണ്. അപ്പൊ ഇവിടം വരെ പ്രൈസ് വരാം. എൻ്റെ ഒരു മെയിൻ ടാർജറ്റ് കിടക്കുന്നത്, ലോങ് ടൈം ടാർജറ്റ് കിടക്കുന്നത് ഈ ഒരു പൊസിഷനിലേക്കാണ്. ധൈര്യമായിട്ട് നമുക്ക് ഹോൾഡ് ചെയ്യാവുന്നതാണ്. പിന്നെ പ്രൈസ് വേറെ ഒരു പുൾ ബാക്ക് തന്നില്ല. ഒരു പുൾ ബാക്ക് നിന്ന് ശരിക്കും പറഞ്ഞാൽ GP യൂസ്റ്റിനെ സംബന്ധിച്ച് ഒരുപാട് ചാൻസ് തരുന്നത് എനിക്ക് തോന്നുന്നു ഒരു എക്സ്ട്രീം OB ആയതുകൊണ്ടും ഒരുപാട് നാളായിട്ട് അവിടെ കിടക്കുന്നതുകൊണ്ടായിരിക്കും ഒരുപാട് പേര് ട്രേഡ് എടുക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടായിരിക്കും ഇവിടെ ഒരു 15 മിനിറ്റിൽ തന്നെ ഒരു സിംഗിൾ ക്യാൻഡിലൊക്കെ തന്ന പ്രൈസ് വളരെ ഫാസ്റ്റ് ആയിട്ട് മൂവ് ചെയ്തു. അല്ലെങ്കിൽ പ്രൈസ് ഇങ്ങനെ മൂവ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പൊ നമുക്ക് 1 hourലാണെന്നുണ്ടെങ്കിലും 1 hour ചേഞ്ച് ഓഫ് കട്ട് വന്നിട്ട് നല്ലൊരു സിമ്പിളാണ്. ഇനി ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചറും കൂടി തന്നെയാണ് പ്രൈസിന് ബിയറിഷിലേക്ക് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പോട്ടെ, നമുക്ക് 15 മിനിറ്റിലാണെങ്കിൽ ഓൾറെഡി ബിയറിഷ് സ്ട്രക്ചർ ആണ്. ബിയറിഷ് ചേഞ്ച് ഓഫ് കാറ്റർ പ്രൈസ് തന്നു കഴിഞ്ഞു. വേറെ ഒന്നും പറയാനില്ല. ഇതിൻ്റെ അത് വേറെ സാധ്യത പോലും തന്നിട്ടില്ല. ഇവിടെ ഇന്ത്യയുടെ സ്ട്രക്ചറിലൊക്കെ കുറച്ച് തന്നെങ്കിലും അധികം ചാൻസ് ഒന്നും തന്നിട്ടില്ല. ഇനി നമുക്ക് AUD യൂസ്റ്റിലേക്ക് വരാം. AUDയിൽ വരുമ്പോൾ ഇതിൻ്റെ അകത്തൊന്നും പറയാനില്ല. നമ്മൾ പറഞ്ഞ ആ ഒരു പൊസിഷനിൽ നിന്ന് തന്നെയാണ് പ്രൈസ് മൂവ് ചെയ്യുന്ന. ഡേയുടെ ഒരു ഇന്റേണൽ സ്ട്രക്ചറാണ്. അത് നമ്മൾ കുറെ നാളായിട്ട് പറയുന്നത്. നിങ്ങൾക്ക് സുഖമായിട്ട് അതിൽ നിന്ന് നിങ്ങൾക്ക് ട്രേഡ് എടുക്കാവുന്നതാണ്. ഇതിന്റെ ട്രേഡ് ഞാൻ വീണ്ടും പല ഓപ്പർച്യൂണിറ്റി വന്നു കഴിഞ്ഞപ്പോൾ ആ സമയത്ത് കറക്റ്റ് കൺഫർമേഷൻ വന്ന സമയത്ത് പോലും ഞാൻ ലാസ്റ്റ് കൺഫർമേഷനിൽ പോലും ഞാൻ മെസ്സേജ് ചെയ്തായിരുന്നു. എന്നെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ 0.20 ഇട്ട് ഏകദേശം $200 എൻ്റെ ഒരു പുതിയൊരു സ്റ്റുഡൻറ്റ്, അതും 3-4 ദിവസം ഹോൾഡ് ചെയ്തിട്ട് $200 പ്രോഫിറ്റ് ഉണ്ടാക്കി. അത് എനിക്ക് അയച്ചത് ഭയങ്കര സന്തോഷമായി പോയി. അപ്പോൾ ആ ഒരു ലെവലിലൊക്കെ നിന്ന് ആ ഒരു ഇമോഷൻസ് ഒക്കെ ചിലപ്പോൾ അവരുടെ എക്സ്പീരിയൻസ് ആയിരിക്കും. പക്ഷെ അത് എനിക്ക് ഭയങ്കര സന്തോഷമായി, അടിപൊളി. അപ്പോൾ നമുക്ക് മന്തിലേക്ക് വരാം. മന്തിലേക്ക് വന്നു കഴിഞ്ഞാൽ പ്രൈസ് നല്ല ബുള്ളിഷ് ക്യാൻഡിലായിരുന്നു. പക്ഷേ പ്രൈസ് ആ റിയാക്ഷനാണ് വന്നിരിക്കുന്നത്, വീണ്ടും തിരിച്ചിറങ്ങിയേക്കുന്നത്. ഡേയിലേക്ക് വന്നു കഴിഞ്ഞാൽ വീക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇത്രയും നാൾ നല്ല ബുള്ളിഷ് ക്യാൻഡിൽ പെട്ടെന്ന് ബിയറിഷ് ആയത് ഇതാണ്. അത് ഞാൻ പറഞ്ഞ ഹൈ ടൈം ഫ്രെയിം മാത്രമല്ല, നിങ്ങൾ ലോ ടൈം ഫ്രെയിമും കൂടി ലോ ടൈം ഫ്രെയിം മാത്രമല്ല ഹൈ ടൈം ഫ്രെയിം കൂടി നോക്കണത്. ആ വീക്കിലുണ്ട് അവിടെ കണ്ടോ. വീക്കിൽ നോക്കിയാൽ ഇന്റേണൽ ആണ്. കിട്ടില്ലൻ ട്രേഡ് ആയിരുന്നു, നല്ല ട്രേഡ് ആയിരുന്നു അത്. അടുത്ത് നോക്കിയ ഡേയിലാണെന്നുണ്ടെങ്കിലും പ്രൈസ് ബിയറിഷ് ആണ്, ഇന്റേണൽ ആണ് കണ്ടോ. കറക്റ്റ് അവിടെ നിന്ന് ഇത്രയും ദിവസം പ്രൈസ് ബുള്ളിഷായിരുന്നു. അവിടെ നിന്ന് എത്ര ദിവസമായിട്ട് പ്രൈസ് ബിയറിഷ് ആയെന്ന് നോക്കിയേ. നമ്മുടെ കഴിഞ്ഞ ആഴ്ചയിലെ മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ 5 ദിവസവും പ്രൈസ് ബിയറിഷായി. അതാ പറയുന്നത് ഹൈ ടൈം ഫ്രെയിം നോക്കണം. ഹൈ ടൈം ഫ്രെയിമും ലോ ടൈം ഫ്രെയിം കൂടി നോക്കി ട്രേഡ് എടുക്കാൻ പഠിക്കണം. എന്നാൽ മാത്രമേ സെറ്റ് ആവുകയുള്ളൂ. ഇപ്പൊ 4 hourന്റെ ഒരു OBയിലാണ് പ്രൈസ് വന്നിരിക്കുന്നത്. നമുക്ക് ഈ 4 hourന്റെ OBയിൽ നിന്ന്
ബൈ കിട്ടണമെങ്കിൽ നോക്കാം. മനസ്സിലായോ? ബൈ കിട്ടണമെങ്കിൽ നോക്കാം, അത്രേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ മെയിൻ ടാർഗറ്റ് ഒക്കെ ഒന്നായിട്ട് നിങ്ങൾക്ക് 4 അവർ ഐഡിയ വെക്കായിരുന്നു. പിന്നെ നമുക്ക് ഈ 4 അവറിന്റെ ബിയറിഷ് ആയി കഴിയുമ്പോഴത്തേക്ക് ഇത് വെക്കായിരുന്നു. 2 ട്രേഡ് ഓൾറെഡി നല്ല പ്രോഫിറ്റ് കിട്ടി. ഒരെണ്ണം ലോങ് ടൈം ഹോൾഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് ഈ ലോയാണ് ഞാൻ വെച്ചിരിക്കുന്നത്. ഇനിയും നമുക്ക് ഒരുപാട് ചാൻസ് കിട്ടും. കറൻസി അല്ലേ, നമുക്ക് 1 അവറിലേക്ക് വരാം. 1 അവറിലേക്ക് വന്നു കഴിഞ്ഞാലും പ്രൈസ് ബ്രേക്ക് പ്രഷറൊക്കെ തന്ന് പ്രൈസ് വീണ്ടും പോവുകയാണ്. ഇവിടെ ഐഡിയ ഒക്കെ എടുത്ത് 4 അവറിന്റെ ഒക്കെ ഐഡിയ എടുത്ത് നല്ല സെല്ലൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഒരുപാട് സെല്ല്, ഞാൻ ഇതാണ് പറഞ്ഞ ആ ടൈമിൽ ലാസ്റ്റ് കൺഫർമേഷൻ കിട്ടിയപ്പോൾ ഞാൻ ബ്രോഡ്കാസ്റ്റ് ഗ്രൂപ്പിൽ അയച്ചു സെല്ല് എടുക്കാൻ പറ്റുന്ന ഒരു ഏരിയയാണ് എന്ന്. അപ്പോൾ സെല്ല് എടുത്തു, നല്ല പ്രോഫിറ്റ് ഉണ്ടാക്കി, അടിപൊളി. ശരിക്കും പറഞ്ഞാൽ AUD മാത്രം ട്രേഡ് ചെയ്യുന്നവർക്ക് നല്ല ചാകരയാണ്. ഒരുപാട് ട്രേഡ് ഉണ്ടായിരുന്നു. ഞാനും പലതും എടുത്തു തന്നെ, ഒരുപാട് പല അക്കൗണ്ടുകൾ യൂസ് ചെയ്യുന്നതുകൊണ്ട് പല അക്കൗണ്ടുകളിൽ നല്ല പ്രോഫിറ്റ് ഉണ്ടായിരുന്ന ഒരാഴ്ചയാണ്. നമുക്ക് 50 മിനിറ്റിലേക്ക് വരാം. 50 മിനിറ്റിലേക്ക് വന്നു കഴിഞ്ഞാലും പ്രൈസ് ഓൾറെഡി ഇവിടെ വന്ന് നിന്നു. ഇവിടെ വന്ന് നിന്നിട്ട് ഇവിടെ ചോക്കൊന്നും തന്നിട്ടില്ല, കണ്ടോ. പിന്നെ പ്രൈസ് ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ചോക്ക് നമുക്ക് കിടക്കുന്ന ഇതാണ്, ഈ ഐഡിയമാണ്. നമുക്കിവിടെ ചോക്ക് വന്ന് ഇവിടെ ഒരു ഫ്ലിപ്പ് നമുക്ക് പ്രതീക്ഷിക്കാം. ഫ്ലിപ്പ് കിട്ടിയാൽ രക്ഷപ്പെട്ട് നമുക്ക് ബൈ എടുക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയും എനിക്ക് പറയാനുള്ളത്. നിങ്ങൾക്ക് ധൈര്യമായിട്ട് ആ ട്രേഡൊക്കെ ഹോൾഡ് ചെയ്യാനും നല്ല പ്രോഫിറ്റ് ഒക്കെ കിട്ടിയെന്ന് വിചാരിക്കുന്നു. നമുക്ക് നേരെ യൂറോ യുഎസ്ഡിയിലേക്ക് വരാം. യൂറോ യുഎസ്ഡിയിലും മന്തിലേക്ക് വരുമ്പോൾ ബുള്ളിഷാണ്. പ്രീവിയസ് മന്തിന്റെ ഹൈ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. റിയാക്ഷൻ ആയിരിക്കും ഇനി വരാൻ പോകുന്നത്. വീക്കിന്റെ ആണെങ്കിലും വേറെ വീക്കിന്റെ ആണെങ്കിലും ഈ ഒരു OBയിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പോൾ നമ്മുടെ AUDയിലേക്ക് എടുത്തതുപോലെ തന്നെ ഇന്റേണൽ സ്ട്രക്ചറാണ്. നിങ്ങൾക്ക് ധൈര്യമായിട്ട് ആ ഒരു സെല്ല് നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. ഈ ഹൈ ഒക്കെ എടുത്ത് പ്രൈസ് ഈ വിക്ക് OB എന്നാണ് ഇന്റേണലിൽ നിന്ന് പ്രൈസ് മൂവ് ചെയ്യുന്നത്. ഇപ്പം എത്രത്തോളം റിയാക്ഷൻ ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. നമുക്ക് 4 അവറിലേക്ക് വരാം. 4 അവറിലേക്ക് വന്നു കഴിഞ്ഞാൽ 4 അവറിൽ ചേഞ്ച് ഓഫ് ക്യാരക്ടർ നമുക്ക് തന്നിട്ടില്ല. ഇതാണ് മേജർ ഹൈ. ചേഞ്ച് ഓഫ് ക്യാരക്ടർ വരാതെ നമുക്ക് 4 അവറിലൊന്നും പറയാൻ പറ്റൂല. ബുള്ളിഷിലേക്ക് ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ തന്നിരിക്കുന്നത്, നമുക്ക് ട്രസ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ ഇവിടെ നിന്ന് വേണമെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു കൺഫർമേഷൻ കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം, അല്ലാതെ വേറെ ഒന്നും ഇല്ല. അല്ലാന്നുണ്ടെങ്കിൽ ഈ ലോ ബ്രേക്ക് ചെയ്ത് പോകാനുള്ള സാധ്യത കൂടുതൽ തന്നെയാണ്. അപ്പോൾ ബുള്ളിഷിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നിന്നൊരു ട്രേഡ് എടുത്തിട്ടുണ്ടെങ്കിൽ ഒരു ട്രേഡ് എടുക്കുക, ഹോൾഡ് ചെയ്യുക. ഏകദേശം ഫസ്റ്റ് ഈ ഒരു OBയിലൊക്കെ എന്ത് ചെയ്യുക, ടാർഗറ്റ് വെക്കുക. സെക്കൻഡ് വളരെ ചെറിയ മൂവ്മെന്റേ ഉണ്ടാവുള്ളൂ. നമുക്ക് 50 പിപ്പ് മാക്സിമം അത്രയുള്ള മൂവ്മെന്റുകളൊക്കെ വെച്ച് തന്നെ പിടിക്കുന്നതാണ് നല്ലത്. 100 പിപ്പൊക്കെ പിടിക്കാൻ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഇത് ലോയൊക്കെ ബ്രേക്ക് ചെയ്ത് പോരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ഇത്രയും എനിക്ക് പറയാനുള്ളത്. അപ്പോൾ എല്ലാവർക്കും നെക്സ്റ്റ് വീക്ക് നല്ല രീതിയിൽ പ്രോഫിറ്റ് ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. വിഷ് യു ഓൾ ദി ബെസ്റ്റ്.